പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ LCM ആൻഡ് HCF എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളതിൻ്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞായിരുന്നു. ദെൻ PSC ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ വർക്കൗട്ട് ചെയ്തു. ദെൻ അടുത്തതായിട്ട് റെയിൽവേ ബേസ്ഡ് ഗ്രൂപ്പ് ഡി NDPC എന്നീ എക്സാമുകൾക്കുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. നോക്കാം. LCM ഓഫ് 0.6, 9.6, 0.12 ഈസ്. ഓക്കെ, ഇവിടെ 3 നമ്പേഴ്സ് ഉണ്ട്. 0.6, 9.6, 0.12. ഇതിൻ്റെ LCM കാണാനാണ് പറഞ്ഞേക്കുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഡെസിമൽ നമ്പേഴ്സിൻ്റെ LCM കാണുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കാം. ഇതിവിടെ നോക്കിയാൽ 3 ഡെസിമൽ നമ്പേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യത്തെ നമ്പറായ 0.6നകത്ത് ഈ ഡെസിമൽ കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ട്? 1 ഡിജിറ്റ് ഉണ്ട് അല്ലേ. അടുത്ത 9.6നകത്ത് എത്ര ഡിജിറ്റ് ഉണ്ട്? 1 ഡിജിറ്റ് ഉണ്ട്. പക്ഷേ 0.12നകത്ത് എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ഡിജിറ്റ് ഉണ്ട്. ഡെസിമൽ കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓരോ നമ്പറിനെയും ഡെസിമൽ മാറ്റാനായിട്ട് എന്ത് ചെയ്യുക? ഏറ്റവും വലിയ നമ്പർ ഏതാ ഇവിടെ? 2 അല്ലേ. ഡെസിമൽ കഴിഞ്ഞ് 2 പോയിൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ 2 ഡിജിറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാ നമ്പേഴ്സിനെയും 2 0 വരുന്ന 10ൻ്റെ പവറായ 100 കൊണ്ട് ഇൻറ്റു ചെയ്യും. ദെൻ 0.6 ഇൻറ്റു 100. എന്തുകൊണ്ടാണ് 100 സെലക്ട് ചെയ്തത്? ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് ഇവിടെ ഏറ്റവും വലിയ നമ്പേഴ്സ് ഉള്ളത് 2 നമ്പേഴ്സ് ഉണ്ട് അല്ലേ. ഡിജിറ്റുകളുടെ എണ്ണം 2 ആണ് ഏറ്റവും വലുത്. അപ്പോൾ 2 വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ എത്ര നമ്പറാണോ വരുന്നത് അത്രയും 0 ഉള്ള 10ൻ്റെ പവർ കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഇവിടെ 0.6നെ നമ്മൾ 100 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും? 60 എന്ന് കിട്ടും. 60 എന്ന് കിട്ടും. ഓക്കെ, 0.6നെ അല്ലെങ്കിൽ 0.6നെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ നമ്പേഴ്സ് അല്ലെങ്കിൽ ഡെസിമൽ അങ്ങ് മാറ്റിയിട്ട് സാധാരണ 2 നമ്പേഴ്സ് നോർമലായിട്ടുള്ള 2 നമ്പേഴ്സ് വെച്ച് ഗുണിക്കുന്ന പോലെ നോർമലായ 2 നമ്പേഴ്സ് വെച്ച് ഗുണിക്കുന്ന പോലെ ഗുണിക്കും അല്ലേ. 100 ഇൻറ്റു 6 ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 600 എന്ന് കിട്ടും അല്ലേ. ഇനി നോക്കണം, നമ്മുടെ ക്വസ്റ്റ്യനകത്തിൽ എത്ര ഡിജിറ്റ് ഉണ്ട്? ഡെസിമൽ കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ട്? 1 ഡിജിറ്റ്. അതുകൊണ്ട് നമ്മൾ എവിടെ കൊടുക്കും? ഡെസിമൽ ഇതേ 1 ഡിജിറ്റിന് ഇപ്പുറത്തു നിന്ന് 1 ഡിജിറ്റിൻ്റെ അവിടെ കൊടുക്കും. ദെൻ നമുക്ക് പറയാം 60. ദെൻ 9.6 ഇൻറ്റു 100 എത്ര കിട്ടും നമുക്ക്? 9.6 ഇൻറ്റു 100 960 എന്ന് കിട്ടും. മനസ്സിലായോ? ഓക്കെ, ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ 100 കൊണ്ട് ഏതെങ്കിലും ഡെസിമൽ നമ്പേഴ്സിനെ, ഉദാഹരണം 9.6നെ നമ്മൾ 100 കൊണ്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നതെന്നറിയാമോ? ഈ ഡെസിമൽ പോയിൻ്റ് 2 സ്ഥാനം ഇപ്പുറത്തോട്ട് പോകും. എത്ര സ്ഥാനം? 2 സ്ഥാനം ഇപ്പുറത്തോട്ട് പോകും. 2 0 ഉള്ളതുകൊണ്ട് 2 സ്ഥാനം ഇപ്പുറത്തോട്ട് പോകും. അപ്പം 9.6 അല്ലെങ്കിൽ 96. ദെൻ ഇവിടെ വന്നു പോയിൻ്റ് അല്ലേ. ഇനി ഇവിടെ ഏതെങ്കിലും ഏതെങ്കിലും ഡിജിറ്റ് ഉണ്ടോ? ഇല്ല, ഡിജിറ്റില്ല. അപ്പോൾ നമ്മളൊരു 0 ഇട്ട് കൊടുക്കും. അപ്പം ഇവിടെ കിടന്ന അല്ലെങ്കിൽ ഡെസിമൽ എന്ത് ചെയ്തു? 2 പ്രാവശ്യം ഇങ്ങോട്ട് ചാടി ഇതേ ഇവിടെ വരും. 960 എന്ന് കിട്ടും. മനസ്സിലായോ? ഇനി 0.12 ഇൻറ്റു 100 എത്ര കിട്ടും നമുക്ക്? 12 എന്ന് കിട്ടും. മനസ്സിലായോ? എന്താ? 100 കൊണ്ട് 2 0 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പം 2 സ്ഥാനം ഇപ്പുറത്തോട്ട് മാറണം, 2 സ്ഥാനം വലത്തോട്ട് മാറണം. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം നമ്മൾ എന്ത് ചെയ്തു? എല്ലാത്തിനെയും സാധാരണ നമ്പറിലേക്ക് മാറ്റി. നമ്പേഴ്സിൻ്റെ LCM ആണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം ഉണ്ടെന്ന് നോക്കണം. ഡെസിമൽ കഴിഞ്ഞ് നമ്പർ ഓഫ് ഡിജിറ്റ് എത്ര ഉണ്ടെന്ന് നോക്കണം. ഏറ്റവും വലിയ നമ്പർ ഓഫ് ഡിജിറ്റ് നോക്കിയിട്ട് അത്രയും 0 ഉള്ള 10ൻ്റെ പവർ കൊണ്ട് എല്ലാത്തിനെയും ഇൻറ്റു ചെയ്യണം. ഇൻറ്റു ചെയ്തിട്ട് അതിനെല്ലാം സാധാരണ നമ്പറിലേക്ക് മാറ്റുക. ഇനി സാധാരണ നമ്പറിലേക്ക് മാറ്റിക്കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ നമ്പേഴ്സ് ആയല്ലോ, എല്ലാ ഡെസിമൽ നമ്പേഴ്സും മാറി സാധാരണ നമ്പറായി. ഈ സാധാരണ നമ്പേഴ്സിൻ്റെ LCM കണ്ടുപിടിക്കുക. സാധാരണ നമ്പറിൻ്റെ LCM കണ്ടുപിടിക്കുക. ഓക്കെ, എത്ര കിട്ടും LCM? ആദ്യമേ നമുക്ക് 2 കൊണ്ട് ചെയ്യാം. ചെയ്യുമ്പോൾ ഇവിടെ 30 കിട്ടും. ദെൻ 960യെ 2 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 480 എന്ന് കിട്ടും. 12നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടും. ദെൻ വീണ്ടും നമ്മൾ എത്ര കൊണ്ട് ചെയ്യുക? 2 കൊണ്ട് ചെയ്യുക. 2 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടും നമുക്ക്? 30യുടെ അവിടെ 15 എന്ന് കിട്ടും. 480ൻ്റെ അവിടെ 240 എന്ന് കിട്ടും. 6ൻ്റെ അവിടെ 3 എന്ന് കിട്ടും.
ഇത് നോക്കിയേ, എല്ലാവരെയും നമുക്ക് 3 കൊണ്ട് ചെയ്യാം. 3 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 5 കിട്ടും, ഇവിടെ 80 കിട്ടും, ദെൻ ഇവിടെ 1 കിട്ടും. ഇനി എത്ര കൊണ്ട് ചെയ്യാം? നമുക്ക് 5 കൊണ്ട് ചെയ്യാം. 5 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 1 കിട്ടും, ഇവിടെ എത്ര കിട്ടും? 16 കിട്ടും, ഇവിടെ 1 കിട്ടും. ഓക്കെ, ഇനി ഇവിടുത്തെ LCM അന്നേരം എന്തായിരിക്കും? 2 × 2 × 3 × 5 × 16 അല്ലേ? എത്ര കിട്ടും? LCM എന്ന് പറയുന്നത് 960 ആയിരിക്കും. LCM എത്ര കിട്ടും? നമുക്ക് 960 കിട്ടും. LCM 960 കിട്ടി. അപ്പോൾ LCM കിട്ടി 960. നമുക്ക് ഈ 960 എന്നുള്ള LCM എന്തിൻ്റെ കിട്ടിയത്? 60-ൻ്റെയും 960-ൻ്റെയും 12-ൻ്റെയും LCM ആണ് നമുക്ക് കിട്ടിയത്. പക്ഷെ നമ്മൾ ചോദിച്ചേക്കുന്നത് എന്തുവാ? 0.6-ൻ്റെയും 9.6-ൻ്റെയും 0.12-ൻ്റെയും LCM ആണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ദെൻ എന്ത് ചെയ്യണം? ഇവിടെ എല്ലാം 100 കൊണ്ടല്ലേ ഇൻറ്റു ചെയ്തേക്കുന്നത്. ഈ 100 കൊണ്ട് നമ്മൾ 960-യെ ഹരിക്കണം. 100 കൊണ്ട് എന്ത് ചെയ്യണം? 960-യെ ഹരിക്കണം. അപ്പോൾ എത്ര കിട്ടും നമുക്ക് ആൻസർ? ഇത് നോക്കി, ഇവിടെ 2 0 ഉണ്ട്. സോ നമ്മുടെ പോയിന്റിൽ നിന്ന് ഇവിടുന്ന് 2 സ്ഥാനം മാറ്റി എന്ത് ചെയ്യണം? ഡെസിമൽ കൊടുക്കണം. 9.60 എന്ന് ആൻസർ കിട്ടും. മനസ്സിലായോ? അപ്പോൾ എന്താ ചെയ്തത്? ഒരു ഡെസിമൽ നമ്പേഴ്സിൻ്റെ LCM കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ നോക്കണം. ഡെസിമൽ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ഡിജിറ്റ് ഉള്ളത് എത്രയാണെന്ന് നോക്കണം. അത്രയും 0 ഉള്ള 10ൻ്റെ പവർ കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യുന്നു എല്ലാ നമ്പേഴ്സിനെയും. എന്നിട്ട് അതിനെ സാധാരണ നമ്പേഴ്സിലേക്ക് മാറ്റിയിട്ട് സാധാരണ നമ്പേഴ്സിൻ്റെ LCM കാണുന്ന പോലെ LCM കാണുക. LCM കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യുക? നമ്മൾ എത്ര കൊണ്ടാണോ എല്ലാത്തിനെയും ഇൻറ്റു ചെയ്തത് അതേ 10ൻ്റെ പവർ കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്ത് ഡെസിമൽ നമ്പേഴ്സിലേക്ക് മാറ്റുക. അതാണ് LCM. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ HCF ഓഫ് 2 numbers ഈസ് 18. LCM ഈസ് 378. ഇഫ് 1 number ഈസ് 54, then another number will be. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? 2 നമ്പേഴ്സിൻ്റെ HCF എത്ര തന്നിട്ടുണ്ട്? 18 തന്നിട്ടുണ്ട്. ദെൻ ആൻഡ് LCM ഈസ് 378. LCM തന്നിട്ടുണ്ട് 378. ഇഫ് one number ഈസ് 54, അതിൽ ഒരു നമ്പർ 54 ആണെങ്കിൽ മറ്റേ നമ്പർ എന്ത്? നമുക്കറിയാമല്ലോ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ള 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? അതിൻ്റെ LCMഉം HCFഉം തമ്മിലുള്ള പ്രോഡക്റ്റിന് ഈക്വലാണ്. 2 നമ്പേഴ്സിൻ്റെ ഗുണനഫലം എന്നുള്ളത് അതിൻ്റെ LCMൻ്റെ HCFൻ്റെയും ഫലത്തോട് ഈക്വലാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്ക് ഒരു നമ്പർ അറിയത്തില്ല. ആ നമ്പറിനെ നമുക്ക് X എന്ന് എടുത്തു കഴിഞ്ഞാൽ X ഇൻറ്റു ഒരു നമ്പർ തന്നിട്ടുണ്ട് 54 അല്ലേ? അപ്പോൾ X ഇൻറ്റു 54 എന്ന് പറയുന്നത് ഇവിടുത്തെ LCMൻ്റെയും HCFൻ്റെയും പ്രോഡക്റ്റിന് ഈക്വലാണ് അല്ലേ? എന്ന് വെച്ചാൽ 18 × 378. മനസ്സിലായോ? ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് എന്താ? 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ LCMഉം HCFഉം തമ്മിൽ ഗുണിക്കുന്നതിന് ഈക്വലാണ്. അപ്പം ഒരു നമ്പർ തന്നിട്ടുണ്ട് 54, മറ്റേ നമ്പർ നമുക്ക് അറിയില്ല, അതുകൊണ്ട് അതിന് X എന്ന് കൊടുത്തു. തന്നെ ഇവിടുത്തെ HCF 18 ആണ്, LCM 378 ആണ്. അത് രണ്ടും ഗുണിക്കുക. ഓക്കെ, ഇനി നമുക്ക് X അല്ലേ കണ്ടുപിടിക്കേണ്ടത്, നമ്പറല്ലേ കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്യണം? 18 × 378 ഇവിടെ ഗുണിച്ചിരിക്കുന്ന 54 ഈക്വൽ ടു ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? ഡിവൈഡ് ആകും. ഡിവൈഡ് ബൈ 54 എന്നാവും. മനസ്സിലായോ? അപ്പോൾ ആൻസർ നമുക്ക് കിട്ടും 126. മനസ്സിലായോ? അപ്പോൾ ഒരു നമ്പർ 54 ആണെങ്കിൽ മറ്റേ നമ്പർ എത്രയായിരിക്കും? 126 ആയിരിക്കും. ഈ 2 നമ്പേഴ്സിൻ്റെ HCF 18ഉം LCM 378 ആയിരിക്കും. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ LCMഉം HCFഉം കൂടെ ഗുണിച്ച് കിട്ടുന്നതിന് ഈക്വൽ ആയിരിക്കും. ആ ഇക്വേഷനിലേക്ക് നമുക്കറിയാവുന്ന ഒരു നമ്പർ ഇട്ട് കൊടുത്തു, LCM ഇട്ട് കൊടുത്തു, HCFഉം ഇട്ട് കൊടുത്തു. എന്നിട്ട് കണ്ടുപിടിക്കേണ്ട മറ്റേ നമ്പർ കണ്ടുപിടിക്കുക. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2 numbers are in the ratio 5:7. If their HCF is 4, then the number are. എന്താ പറഞ്ഞേക്കുന്നത്? 2 നമ്പേഴ്സ്, ഏതൊക്കെ നമ്പറാണെന്ന് പറഞ്ഞിട്ടില്ല. 2 നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 5:7 ആണ്. 2 നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ എന്താണ്? 5:7 ആണ്. ഇഫ് ദെയർ HCF ഈസ് 4, അതിൻ്റെ HCF എന്ന് പറയുന്നത് 4 എങ്കിൽ ദെൻ ദ നമ്പേഴ്സ് ആർ, എങ്കിൽ ആ 2 നമ്പേഴ്സ് ഏതൊക്കെയാണ്?
അപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്ക് രണ്ട് നമ്പേഴ്സിനെ എക്സ് എന്നും വൈ എന്നും എടുത്തു കഴിഞ്ഞാൽ അത് തമ്മിലുള്ള റേഷ്യോ ആണ് 5:7 എന്ന് വെച്ചാൽ x/y ആണ് നമ്മൾ എന്തെന്ന് പറഞ്ഞേക്കുന്നത് 5:7 എന്ന് പറഞ്ഞു. ഇത് വേറൊരു രീതിയിൽ നമുക്ക് എഴുതാം. ഈ റേഷ്യോ വരുന്നത് എപ്പോഴാണെന്നറിയാമോ? ഈ ഫ്രാക്ഷനെയാണ് നമ്മൾ റേഷ്യോ ആയിട്ട് മാറ്റി എഴുതുന്നത്. എന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. x/y എന്ന് പറയുന്നത് എത്ര കിട്ടും? 5/7 ആണ്. എന്ന് വെച്ചാൽ നമുക്ക് തന്നേക്കുന്ന രണ്ട് നമ്പേഴ്സ് ഉണ്ടല്ലോ, എക്സ് എന്ന് പറയുന്നതും വൈ എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സ്. ആ രണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് 5/7 ആണ്. അതിൻ്റെ 5/7 ഈക്വൽ ആണ്. ഇത് രണ്ട് നമ്പേഴ്സ്. ആ നമ്പേഴ്സ് നമുക്കറിയില്ല, അത് എക്സും വേറൊരു നമ്പർ വൈയുമാണ്. അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത്, അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ ഫ്രാക്ഷനായിട്ട് എഴുതിയിട്ട് സിംപ്ലിഫൈ ചെയ്ത് കിട്ടിയ അവസാനത്തെ ആൻസറാണ് 5/7. മനസ്സിലായോ? രണ്ട് നമ്പേഴ്സ്, നമ്പർ നമുക്കറിയില്ല, എക്സ് വൈ എന്ന് എടുത്തു കഴിഞ്ഞാൽ ആ രണ്ട് നമ്പേഴ്സിൻ്റെ ഫ്രാക്ഷൻ രൂപത്തെ സിംപ്ലിഫൈ ചെയ്ത ലാസ്റ്റ് രൂപമാണ് 5/7. അതിനെയാണ് നമ്മൾ റേഷ്യോ ആയിട്ട് 5:7 എന്ന രൂപത്തിൽ എഴുതുന്നത്. മനസ്സിലായോ? എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നത്? നോക്കിയേ, മേളിലും താഴെയും ഏതെങ്കിലും ഒരു കോമൺ നമ്പർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? രണ്ടുപേരെയും ഡിവൈഡ് ചെയ്യും, അല്ലേ? ഒരു ഫ്രാക്ഷനെ സിമ്പിൾ രൂപത്തിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അല്ലേ? എങ്ങനെയാണ്? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഏതെങ്കിലും കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിൻ്റെ സിംപിളസ്റ്റ് രൂപത്തിൽ എത്തുന്നത്. അങ്ങനെ ഒരു കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഞാൻ ആ നമ്പറിനെ n എന്ന് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 5/7 കിട്ടിയത്. എന്ന് വെച്ചാൽ എക്സിനെ ഞാൻ ഏതോ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് 5 കിട്ടി. ഒരു എക്സാമ്പിൾ പറയുവാണേ, 10 എന്ന് പറയുന്ന ഒരു നമ്പറിനെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് ആൻസർ 5 എന്ന് കിട്ടി. എങ്കിൽ ഈ നമ്പർ, ഈ 10 കിട്ടാൻ എനിക്ക് വേറെ വഴി എന്തുവാ? 2 × 5 ആണ്, അല്ലേ? 10 എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 × 5 ആണ്. ഓക്കെ, അതുതന്നെയല്ലേ ഇവിടെയും പറഞ്ഞേക്കുന്നത്. നോക്കേ, x/n എന്ന് പറയുന്നത് 5 ആണ്. എങ്കിൽ ഇവിടുത്തെ ഈ എക്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? 5 × n ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? അപ്പം ഇവിടുത്തെ y എന്തായിരിക്കും? y = 7n ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ, ഇങ്ങോട്ട് നോക്കിയേ. അപ്പോൾ നമുക്ക് എപ്പോൾ ഒരു ഫ്രാക്ഷൻ എപ്പോൾ ഒരു റേഷ്യോ തന്നാലും x/y അല്ലെങ്കിൽ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞ് എപ്പോൾ ഒരു റേഷ്യോ നമുക്ക് തന്നാലും ആ നമ്പേഴ്സിനെ എന്തായിട്ട് എടുത്തേക്കണം? അവിടുത്തെ റേഷ്യോ ഇൻറ്റു ഒരു എക്സ് ആയിട്ട് അങ്ങ് എടുത്തേക്കണം. ഇപ്പോൾ ഉദാഹരണം പറയാമോ, ഇവിടുത്തെ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ 5:7 എന്ന് തന്നിരിക്കട്ടെ. ഇവിടുത്തെ റേഷ്യോ നമുക്കെന്താ? 5:7 ആണ്. അപ്പോൾ ആ രണ്ട് നമ്പേഴ്സിനെ നമ്മൾ എടുക്കണം 5x എന്നും 7x എന്നും എടുക്കണം. ആ രണ്ട് നമ്പേഴ്സിനെ എന്തെന്നൊക്കെ എടുക്കണം? 5x എന്ന് കൊടുക്കുക, 7x എന്ന് കൊടുക്കുക. അതെന്തുകൊണ്ടാണ് എടുക്കുന്നതെന്ന് മനസ്സിലായല്ലോ? നമ്മൾ 5n-ഉം 7n-ഉം എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ? n-ന് പകരം ഞാനിവിടെ x കൊടുത്തതന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് വന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നെ ഇതിനു മുമ്പ്. ഓക്കെ, അപ്പോൾ ഇനി മുതൽ ഇത് എളുപ്പം ചെയ്യുക. 5:7 എന്ന് എവിടെ ഒരു റേഷ്യോ പറഞ്ഞാലും ആ റേഷ്യോയുടെ കൂടെ എന്തായിരിക്കണം? ഏതോ ഒരു കോമൺ മൾട്ടിപ്പിൾ കൊണ്ട് ഇൻറ്റു ചെയ്യുന്നതാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്പറിനെ 5x എന്ന് വിളിച്ചു, രണ്ടാമത്തെ നമ്പറിനെ 7x എന്ന് വിളിച്ചു. ഇത് നമ്മളുള്ള HCF ആണ് 4 എന്ന് വെച്ചാൽ നോക്കാം. ഇത് നമ്മളുള്ള HCF ഒന്ന് നോക്കിയേ. 5x-ഉം 7x-ഉം തമ്മിലുള്ള HCF എന്തായിരിക്കും? നമ്മളത് HCF കാണുക. എന്തോ HCF? ഇവിടുത്തെ ഏതെങ്കിലും കോമൺ നമ്പർ കൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഡിവൈഡ് ചെയ്യണം, അല്ലേ? ഇവിടെ നോക്കിയാൽ രണ്ടിടത്തും കോമൺ ആയിട്ട് ആരാ ഉള്ളത്? എക്സ് എന്ന് പറയുന്ന നമ്പറല്ലേ? then ഇവിടെ എക്സ് കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഇവിടുത്തെ ആൻസർ 5 എന്നും ഇവിടുത്തെ ആൻസർ 7 എന്നും കിട്ടും, അല്ലേ? അങ്ങനെയല്ലേ HCF കാണുന്നത്? രണ്ട് നമ്പർ തന്നാൽ രണ്ടിനെയും പൊതുവായിട്ട് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ നമ്മൾ ചെക്ക് ചെയ്യും. ഇവിടെ നോക്കിയാൽ 5x എന്ന് പറയുന്ന നമ്പർ, 7x എന്ന് പറയുന്ന നമ്പർ, ഈ രണ്ട് നമ്പറിലും പൊതുവായിട്ടുള്ള ആരുണ്ട്? എക്സ് ആണ്. അപ്പോൾ നമുക്കിവിടെ പൊതുവായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാ? എക്സ് എന്ന് പറയുന്ന നമ്പറാണ്, അല്ലേ? അപ്പോൾ എക്സ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ദെൻ 5x-നെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടി. 7x-നെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 എന്നും കിട്ടി. ഇവിടെ നോക്കിയേ, ഇനി ഏതെങ്കിലും നമ്പറിനെ നമുക്ക് പൊതുവായിട്ട് ചെയ്യാൻ പറ്റുമോ? 5-നെയും 7-നെയും ഏതെങ്കിലും നമ്പർ കൊണ്ട് പൊതുവായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. അപ്പോൾ ഇവിടുത്തെ HCF എന്ന് പറയുന്നത് എത്ര കിട്ടി നമുക്ക്? HCF എന്ന് പറയുന്നത് എക്സ് ആണ്.
ഇവിടുത്തെ HCF എത്ര? എക്സ് ആണ്. ആ എക്സ് എത്രയാണെന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. ആ എക്സ് 4 ആണെങ്കിൽ ആ നമ്പേഴ്സ് ഏതൊക്കെ? നമ്മളിത് ഇവിടെ 2 നമ്പേഴ്സ് എന്നും പറഞ്ഞ് എഴുതിയിട്ടിട്ടുണ്ട് അല്ലേ. ഇതാണ് നമ്മളെടുത്ത 2 നമ്പേഴ്സ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന 4 ആണെങ്കിൽ ഒന്നാമത്തെ നമ്പറായ 5x എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 5 × 4 = 20. രണ്ടാമത്തെ നമ്പറായ 7x എന്ന് പറയുന്നത് എന്തായിരിക്കും? 7 × 4 = 28. അപ്പോൾ 2 നമ്പേഴ്സ് ഏതൊക്കെയാണ്? 20ഉം 28ഉം. മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പോൾ എന്താ, നമുക്ക് എപ്പോൾ 2 സാധനത്തിൻ്റെ റേഷ്യോ തന്നാലും 2 നമ്പേഴ്സിൻ്റെ റേഷ്യോ തന്നാലും എന്തെഴുതണം അതിന്? 5:7 എന്നാണെങ്കിൽ ഇവിടെ 5:7 എന്നാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ 2 നമ്പേഴ്സിനെ എന്തായിട്ട് എടുക്കുക? 5xഉം 7xഉം എന്ന് വെച്ചാൽ ആ 2 നമ്പേഴ്സിൻ്റെ ഫ്രാക്ഷൻ്റെ ഏറ്റവും ലളിത രൂപമാണ് 5/7 എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5/7 ഏതൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ആ 2 നമ്പേഴ്സ്. അപ്പോൾ 5xനെ ഞാൻ ആദ്യത്തെ നമ്പർ ഞാൻ 5x എന്ന് എടുക്കുമെങ്കിൽ രണ്ടാമത്തെ നമ്പർ എന്തെന്ന് എടുക്കും? 7x എന്നെടുക്കും. ഓക്കെ, ദെൻ 5x 7x ആ 2 നമ്പേഴ്സിൻ്റെ HCF നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ HCF ഒന്ന് കണ്ടു നോക്കിയേ. ആ HCFനകത്തിൽ രണ്ടിലും പൊതുവായിട്ടുള്ള നമ്പർ ഏതാ? എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന HCF എന്ന് പറയുന്നത് എക്സ് ആണ്. x = 4 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്പറായിട്ട് നമ്മളെടുത്ത 5x = 5 × 4, 7x = 7 × 4. മനസ്സിലായോ? ഓക്കെ, അടുത്ത് നോക്കിയേ. ദ ലീസ്റ്റ് നമ്പർ വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 16, 24 and 36 leaves the remainder 7, 15 and 27 respectively is. എന്താ പറഞ്ഞേക്കുന്നത്? ദ ലീസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ചെറിയ നമ്പർ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം നമുക്ക് മനസ്സിലായിക്കോണം എന്ത് കാണാനാ? LCM. ഓക്കെ, വിച്ച് വെൻ ഡിവൈഡഡ് 16, 24, 36 16, 24, 36 എന്നീ നമ്പേഴ്സിനെ ഏതോ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കെന്ത് കിട്ടും? റിമൈൻഡർ 7 കിട്ടും, 15 കിട്ടും, 27 കിട്ടും. എന്ന് വെച്ചാൽ 16 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 കിട്ടും, 24 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 15 കിട്ടും, 36 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ 27 എന്ന് കിട്ടും. ഓക്കെ ആണോ? എങ്ങനെയാണെങ്കിൽ ആ നമ്പർ ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്തത്? നോക്കിയേ, ഓരോ നമ്പേഴ്സിനും പ്രത്യേകം റിമൈൻഡറാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ നമ്പേഴ്സിൽ നിന്ന് റിമൈൻഡറും മൈനസ് ചെയ്യണം. 16 - 7 എന്ന് വെച്ചാൽ എത്ര കിട്ടും? നമുക്ക് 9 കിട്ടും. അടുത്ത 24 - 15 എത്ര കിട്ടും? നമുക്ക് 9 കിട്ടും. ദെൻ 36 - 27 എത്ര കിട്ടും? 9 കിട്ടും. ഓക്കെ, അപ്പോൾ ലീസ്റ്റ് നമ്പറാണ് കാണണമെങ്കിൽ LCM കാണണമെന്ന് ആദ്യമേ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ LCM കാണാനാണെന്ന് മനസ്സിലായാൽ നോക്കുക, ഓരോ നമ്പർ ഡിവൈഡ് ചെയ്യുമ്പോഴും ഓരോ റിമൈൻഡറാണ് പ്രത്യേകം ഓരോ റിമൈൻഡറാണ് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ആദ്യം ആ സംഖ്യയിൽ നിന്ന് റിമൈൻഡർ കുറച്ച് നോക്കുക. അപ്പോൾ നമുക്ക് പൊതുവായിട്ടൊരു നമ്പറാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ LCMൽ നിന്നും ആ നമ്പർ കുറച്ചാൽ മതി. ഇനി എന്ത് ചെയ്യണം? നമ്മൾ LCM എടുക്കണം. ഈ 3 നമ്പറിൻ്റെയും LCM കാണണം. 16, 24, 36 LCM ഒന്ന് കണ്ടു നോക്കിയേ. എത്ര കൊണ്ട് ചെയ്യാൻ പറ്റും? 4 കൊണ്ട് ചെയ്യാൻ പറ്റും അല്ലേ. 4 × 4 16, ദെൻ 6 × 4 24, ദെൻ 9 × 4 36. ഇനി എന്ത് ചെയ്യുക? 2 കൊണ്ട് ചെയ്യുക. ദെൻ 2, 3, 9. അടുത്ത 3 കൊണ്ട് ചെയ്യുക. 2, 1, 3 അല്ലേ. ഇവിടുത്തെ LCM എത്ര കിട്ടും? 4 × 2 8, 8 × 3 24, 24 × 2 48, 48 × 3 ആൻസർ കിട്ടും 144. അപ്പോൾ LCM എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? LCM = 144. അപ്പോൾ ഇവിടുത്തെ പൊതുവ്യത്യാസവും കിട്ടി, LCMഉം കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താ? LCM മൈനസ് കോമൺ ഡിഫറൻസ് അല്ലേ. 144 - 9 എത്ര കിട്ടും? 144 - 9 135. ഓക്കെ ആണോ? ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം PSC ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തതാണ്. ദെൻ റെയിൽവേയിലും സെയിം ക്വസ്റ്റ്യൻ. എന്താ പറഞ്ഞേക്കുന്നത്? ലീസ്റ്റ് നമ്പറാണ് ചോദിക്കുന്നതെങ്കിൽ അന്നേരം നമ്മൾ മനസ്സിലാക്കുക LCM കാണാനാണ്. ഇനി LCM കാണാൻ തരുന്ന നമ്പേഴ്സും റിമൈൻഡറും തമ്മിലുള്ള പൊതുവ്യത്യാസം ചെക്ക് ചെയ്യുക. പൊതുവ്യത്യാസം സെയിം ആണെങ്കിൽ എന്ത് ചെയ്യുക? നമ്പേഴ്സിൻ്റെ LCM കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്നും പൊതുവ്യത്യാസം കുറച്ചാൽ മതി. ഓക്കെ ആണോ? ഓക്കെ.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ HCF ഓഫ് 3^8, 3^9, 3^5 ആൻഡ് 3^14. ഇതിനകത്തിലെ HCF കാണാൻ. ഓക്കെ, അപ്പോൾ നോക്കിയേ ഏതൊക്കെയാണ് നമ്പർ? 3^8. 3^8 എന്ന് വെച്ചാൽ അർത്ഥം എന്താ? 3നെ 8 തവണ എഴുതി ഗുണിച്ചിരിക്കുന്നു. 3നെ ഇങ്ങനെ 8 തവണ, 3നെ 8 തവണ എഴുതി ഗുണിച്ചിരിക്കുന്നു. അടുത്ത 3^9 എന്ന് വെച്ചാൽ എത്രയാ? 3നെ ഇങ്ങനെ 9 തവണ എഴുതി ഗുണിച്ചിരിക്കുന്നു. അടുത്ത 3^5 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാ? 3^5 എന്ന് വെച്ചാൽ 3യെ 5 തവണ എഴുതി ഗുണിച്ചിരിക്കുന്നു. അടുത്ത 3^14 എന്ന് വെച്ചാൽ എന്താ? 3യെ 14 തവണ എഴുതി ഗുണിച്ചിരിക്കുന്നു. ഇങ്ങനെ 14 തവണ എന്ത് ചെയ്തേക്കുന്നു? എഴുതി ഗുണിച്ചിരിക്കുന്നു. ഓക്കെ ആണോ? ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? HCF എന്ന് വെച്ചാൽ എന്താ? ഇതിനകത്ത് ഈ കോമൺ ആയിട്ടുള്ള ഏറ്റവും വലിയ നമ്പർ നോക്കിയേ. 4 നമ്പർ തന്നിട്ടുണ്ട്. ഈ 4 നമ്പറിലും കോമൺ ആയിട്ടുള്ള നമ്പേഴ്സാണ് നമുക്ക് എടുത്ത് എഴുതേണ്ടത് HCF. ഓക്കെ, അല്ല ഇവിടെ 4 എടുത്തും എന്തുണ്ട്? ഒരു 3 ഉണ്ട്. അതിന് പകരമായിട്ട് അതാണ് നമ്മുടെ കോമൺ. ഓക്കെ, ഇവിടെ എത്ര 3 ഉണ്ട്? ഇവിടെ ഒരു 3 ഉണ്ട്. അടുത്തത് ഇവിടെയും ഒരു 3 ഉണ്ട് കോമൺ ആയിട്ട്. ഇവിടെ ഒരു 3 ഉണ്ട് കോമൺ ആയിട്ട്. ഇവിടെയും ഒരു 3 ഉണ്ട് കോമൺ ആയിട്ട്. ഓക്കെ, അപ്പോൾ എത്ര 3 ഉണ്ട് കോമൺ ആയിട്ട്? 5 3 ഉണ്ട് അല്ലേ? നമുക്ക് പറയാം 3^5. കണ്ടോ? അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? HCF ആണ് ചോദിച്ചിരിക്കുന്നത്. HCF എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന നമ്പേഴ്സിനകത്തിൽ കോമൺ ആയിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഏതാണ്, ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഇവിടെ നോക്കിയാൽ കോമൺ ആയിട്ട് എത്ര 3 ഉണ്ടായിരുന്നു? 5 3 ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം 3^5. ഓക്കെ, ഇനി ഇതിൻ്റെ എളുപ്പ വഴി എന്തുവാ? തന്നിരിക്കുന്ന നമ്പേഴ്സ് നോക്കുക. തന്നിരിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ? 3^8, 3^9, 3^5, then 3^14. HCF ആണ് ചോദിക്കുന്നതെങ്കിൽ ഇതിനകത്തിലെ ഏറ്റവും ചെറിയ കൃതി വേണം എഴുതാൻ. മനസ്സിലായോ? നമ്മൾ ഈ പവേഴ്സ് ഉള്ള കണക്കിനകത്ത് നമ്മൾ ചെയ്തായിരുന്നു അല്ലേ? LCM ചോദിച്ചു കഴിഞ്ഞാൽ കൃതിക്കകത്തിലെ ഏറ്റവും വലിയ പവർ എഴുതണം. HCF ആണ് ചോദിക്കുന്നതെങ്കിൽ കൃതിക്കകത്തിലെ ഏറ്റവും ചെറിയ പവർ എഴുതണം. അപ്പോൾ ഇവിടുത്തെ ചെറിയ പവർ ഏതാ? 5 ആണല്ലേ? അപ്പം ഇവിടുത്തെ HCF എന്ന് പറയുന്നത് എത്ര കിട്ടും? 3^5 ആയിരിക്കും. ഇതാണ് എളുപ്പ വഴി. ഓക്കെ, ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്ക് ആൻസർ ചെയ്താം. HCF ആണ് ചോദിച്ചേക്കുന്നതെങ്കിൽ കൃതിയിലെ ഏറ്റവും ചെറുത് എന്ന് വെച്ചാൽ പവേഴ്സിനകത്തിലെ ഏറ്റവും ചെറുത്. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് നോക്കിയേ. ദ LCM ഓഫ് 22, 54, 108, 135. സിമ്പിൾ അല്ലേ? 22, 54, 108, 135 എന്ത് കാണുക? LCM കാണുക. ഒന്നും നോക്കാനില്ല, സാധാരണ LCM കണ്ടുപിടിക്കുന്നതിൻ്റെ തൊട്ട് 22, 54, 108, 135 ചെയ്യുക. ആദ്യം നമ്മൾ ചെറിയ പവറായ 2 എടുക്കുന്നു. ഇവിടെ 11 കിട്ടി, ഇവിടെ 27 കിട്ടും, ഇവിടെ 54 കിട്ടും. 135 ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ അതേപോലെ എഴുതി. അടുത്തത് വീണ്ടും എത്ര കൊണ്ട് നമ്മൾ ചെയ്യും? 3 കൊണ്ട് ചെയ്യാം അല്ലേ? 11നെ 3 കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, അത് അതേപോലെ എഴുതി. 27നെ 3 കൊണ്ട് ചെയ്യുമ്പോൾ 9 എന്ന് കിട്ടി. 54നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 18 എന്ന് കിട്ടും. 135നെ 3 കൊണ്ട് ചെയ്യുമ്പോൾ 45 എന്ന് കിട്ടും. ഇനി നമ്മൾ എത്ര കൊണ്ട് ചെയ്യും? 9 കൊണ്ട് ചെയ്യും അല്ലേ? 11നെ ചെയ്യാൻ പറ്റത്തില്ല, അത് അതേപോലെ ഇറക്കി. 9/9 1 കിട്ടി. 18/9 2 കിട്ടി. 45/9 എത്ര കിട്ടും? 5 കിട്ടും. ഇനി നോക്കുക, 11നെയും 1നെയും 2നെയും 5നെയും കോമൺ ആയിട്ട് ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? കോമൺ ആയിട്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ LCM എന്ന് പറയുന്ന ആരൊക്കെ തമ്മിൽ ഗുണിക്കുന്നതാണ്? 2 × 3 × 9 × 11 × 2 × 5 അല്ലേ? ഇത് ഇത്രയായിരിക്കും നമ്മുടെ LCM എന്ന് പറയുന്നത്. ഇത്രയും കൂടെ ഗുണിച്ചെഴുതുന്നതാണ് നമ്മുടെ LCM. അപ്പോൾ നമ്മുടെ LCM = എത്ര കിട്ടും? 5940 എന്ന് കിട്ടും. ഇത് ഇത്രയും കൂടെ ഗുണിക്കുമ്പം 5940 എന്ന് കിട്ടും. ഓക്കെ, സിമ്പിൾ, സാധാരണ LCM കാണുന്ന പോലെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് നോക്കിയേ. LCM ഓഫ് 4^5, 4^-18, 4^12 ആൻഡ് 4^7.
എന്തായിരുന്നു എളുപ്പ വഴി? പവേഴ്സ് തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഏറ്റവും വലിയ പവർ ആയിരിക്കും LCM എന്ന് വെച്ചാൽ ഇവിടുത്തെ LCM എത്രയായിരിക്കും? 4/12. അപ്പോൾ ഇവിടുത്തെ LCM ആണ് ചോദിച്ചെങ്കിൽ LCM എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പവർ ആയിരിക്കും LCMൻ്റെ സ്ഥാനത്ത് നമ്മൾ എടുക്കുന്നത്. ദെൻ 4/12 നോക്കുമ്പോഴേ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ റേഷ്യോ ബിറ്റ്വീൻ LCM ആൻഡ് HCF ഓഫ് 5, 15, 20. എന്താ പറഞ്ഞിരിക്കുന്നത്? 5, 15, 20 എന്നീ നമ്പേഴ്സിൻ്റെ LCMും HCFും തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യമേ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഉണ്ടല്ലോ 5, 15, 20 ഇതിൻ്റെ LCMും HCFും കാണാം. നോക്കാം. എന്താ? ഞാൻ നിരത്തി എഴുതി. നമ്മൾ ആദ്യമേ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ 1, ഇവിടെ 3, ഇവിടെ 4. ഇനി ഏതെങ്കിലും നമ്പർ കൊണ്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് പറയാം ഇവിടുത്തെ HCF എന്ന് പറയുന്ന 5 ആണ്. ദെൻ LCM എത്രയാ? 5 × 3 × 4 I3 15, 15 × 4 60 എന്ന് കിട്ടും. LCM 60 ആണ്. ഇനി നമ്മൾ ചോദിച്ചേക്കുന്നത് എന്തുവാ? റേഷ്യോ ബിറ്റ്വീൻ LCM ആൻഡ് HCF. LCMും HCFും തമ്മിലുള്ള റേഷ്യോ ആണ് തരുന്നത് ചോദിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ LCM ഡിവൈഡ് ബൈ HCF. നോക്കി, LCM എത്ര? 60 ആയിരുന്നു. HCF എത്ര? 5 ആണ്. ആൻസർ എത്രയായിട്ട്? ഇവിടെ നോക്കിയാൽ രണ്ടിടത്തും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 12 എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് എഴുതാം 12 ഡിവൈഡ് ബൈ 1. നമ്മുടെ അടുത്ത് റേഷ്യോ അല്ലേ ചോദിച്ചേക്കുന്നത്? റേഷ്യോ LCM ഈസ് ടു HCF എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? അന്നേരം LCMൻ്റെ സ്ഥാനത്ത് ആരാ? 12 അല്ലേ? അപ്പം 12:1 എന്ന ആൻസർ കിട്ടും. ഇങ്ങനെയാണ് റേഷ്യോ എഴുതുന്നത്. മുമ്പേ നമ്മൾ റേഷ്യോയുടെ ഒരു കണക്ക് ചെയ്തപ്പം പറഞ്ഞില്ലേ, രണ്ട് നമ്പേഴ്സിൻ്റെ ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതുമ്പം അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൺവെർട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്തിലേക്ക് എഴുതുന്നത്? റേഷ്യോയിലേക്ക് എഴുതുന്നത്. മനസ്സിലായോ? ഓക്കെ, അടുത്ത കണക്ക് നോക്കാം. ദ HCF ഓഫ് 5/6, 10/8, 25 ഡിവൈഡ് ബൈ 36. നോക്കിയേ, ഫ്രാക്ഷൻസിൻ്റെ HCF കാണാനാണ് ചോദിച്ചേക്കുന്നത്. എന്താ ഫ്രാക്ഷൻസിൻ്റെ HCF കാണാനുള്ള ഇക്വേഷൻ? അന്നേരം നമ്മൾ പഠിച്ചു അല്ലേ, HCF = HCF ആണ് കാണാൻ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഏറ്റവും മേളിൽ ആരെ അങ്ങ് എഴുതും? HCFനെ എഴുതും. ഇവിടെ വരുന്ന സാധനം എന്താ? ന്യൂമറേറ്റർ. താഴെ എന്തായിരിക്കും അന്നേരം വരുന്നത്? ഡിനോമിനേറ്റർ. മേളിൽ HCF വന്നാൽ താഴെ എന്തായിരിക്കും വരുന്നത്? LCM. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെ? ന്യൂമറേറ്ററിൻ്റെ HCF ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ LCM. അപ്പോൾ ന്യൂമറേറ്ററിൻ്റെ HCF, ന്യൂമറേറ്ററിൽ കിടക്കുന്ന ആരൊക്കെയാണ്? 5, 10, 25. ഇതിൻ്റെ HCF കാണുക. ദെൻ HCF കണ്ടു നോക്കിയേ. 5 ഒരു തവണ, 2, 5. നോക്കിയേ, 1, 2, 5. 1, 2, 5നെ ഏതെങ്കിലും നമ്പറായിട്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? കഴിയില്ല. അപ്പോൾ ഇവിടുത്തെ HCF നമുക്ക് എത്ര കിട്ടി? 5 എന്ന് കിട്ടി. അപ്പോൾ ന്യൂമറേറ്ററിൻ്റെ HCF = 5. ഇനി എന്ത് ചെയ്യുക? ഡിനോമിനേറ്ററിൻ്റെ LCM ആരൊക്കെയാണ്? ഡിനോമിനേറ്റർ 6, 8, 36. ഡിനോമിനേറ്ററിൻ്റെ LCM 2 കൊണ്ട് ചെയ്ത് നോക്കിയേ. ഇവിടെ 3 കിട്ടും, ഇവിടെ 4 കിട്ടും. 36നെ ചെയ്യുമ്പോൾ 18 എന്ന് കിട്ടും. ദെൻ ഒന്നും കൂടെ ചെയ്യുക, 2 കൊണ്ട് ചെയ്യുക. 3യെ ചെയ്യാൻ പറ്റില്ല, താഴോട്ടിറക്കി. ദെൻ 4നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 2. ദെൻ 18നെ ചെയ്യുമ്പോൾ 9 എന്ന് കിട്ടും. ദെൻ 3 കൊണ്ട് ചെയ്യുക, 1 കിട്ടും, 2 കിട്ടും, 3 കിട്ടും. ഇവിടുത്തെ LCM എത്രയായിരിക്കും? 2 × 2 4, 4 × 3 12, 12 × 2 24, ദെൻ 24 × 3 36. ഇവിടുത്തെ LCM എന്ന് പറയുന്നത് 36 കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷൻ്റെ HCF നമുക്ക് എത്ര കിട്ടി? 5/36 എന്ന് കിട്ടി. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. HCF ഓഫ് ഫ്രാക്ഷൻ 4/3, 10/9, 16/15. എന്താ നമ്മുടെ ഇക്വേഷൻ? HCF ആണ് കാണാൻ തരുന്നതെങ്കിൽ എന്ത് ചെയ്യുക? മേളി HCF ആയിരിക്കും. മേളിൽ എപ്പോഴും ആരാ വരുന്നത്? ന്യൂമറേറ്റർ. താഴെ ഡിനോമിനേറ്റർ. മേളിൽ HCF വന്നാൽ താഴെ എന്ത് വരും? LCM വരും. ഇനി ഇത് നോക്കിയേ, ന്യൂമറേറ്ററിൻ്റെ HCF. ഇവിടെ ന്യൂമറേറ്റർ ഏതൊക്കെയാണ്? 4, 10, 16. ഇതിൻ്റെ HCF നോക്കിയേ, 2, 2, 5, 4 അല്ലേ? 2നെയും 5നെയും 4നെയും ഏതെങ്കിലും നമ്പർ കൊണ്ട് 8 ആണേ, 8. 2നെയും 5നെയും 8നെയും ഏതെങ്കിലും കോമൺ ആയിട്ടൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. അപ്പോൾ നമുക്ക് പറയാം ഇവിടുത്തെ HCF എന്ന് പറയുന്നത് എത്ര കിട്ടും? 2 ആണ്. ഇവിടുത്തെ HCF 2 ആണ്. ഓക്കെ, ന്യൂമറേറ്ററിൻ്റെ HCF 2 കിട്ടി. ഈ ഡിനോമിനേറ്ററിൻ്റെ LCM കാണുക. ഡിനോമിനേറ്റർ ആരൊക്കെയാണ്? 3 ഉണ്ട്, 9 ഉണ്ട്, 15 ഉണ്ട് അല്ലേ? അതിൻ്റെ LCM ഒന്ന് കണ്ടു നോക്കിയേ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 1,
3 5 എന്ന് കിട്ടും. ദെൻ ആൻസർ എത്ര കിട്ടും? 3 × 3 9, 9 × 5 45 എന്ന് കിട്ടും അല്ലേ. നമ്മുടെ ഡിനോമിനേറ്ററിൻ്റെ LCM 45 എന്ന് കിട്ടി. നോക്കിയേ, നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ തന്നേക്കുന്ന 3 ഫ്രാക്ഷൻ്റെയും കൂടെ HCF എന്ന് പറയുന്നത് എത്ര കിട്ടി? 2/45 എന്ന് കിട്ടി. ഓക്കെ ആണോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കിയേ, ദ LCM ഓഫ് 1/3, 5/6, 2/9, 4/27. ഓക്കെ, ഇവിടെ LCM കാണാൻ അല്ലേ. LCM കാണാനുള്ള ഇക്വേഷൻ എന്താ? അതേ കാണാൻ പഠിക്കേണ്ട, മനസ്സിലാക്കി പഠിച്ചോ. LCM ആണ് കാണേണ്ടെങ്കിൽ ആദ്യമേ തന്നെ മേളിൽ എന്ത് വരും? LCM വരും. മേളിലെപ്പോഴും ന്യൂമറേറ്ററാണ്, താഴെ ഡിനോമിനേറ്ററാണ്. മേളിൽ LCM വന്നാൽ താഴെ എന്ത് വരും? HCF വരും. ഓക്കെ ആണോ? ഇനി എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കുക? ന്യൂമറേറ്ററിൻ്റെ LCM. ന്യൂമറേറ്റർ ആരൊക്കെയാ? 1 ഉണ്ട്, 5 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്. അതിൻ്റെ LCM എത്ര കിട്ടും? 2 കൊണ്ട് നമ്മൾ ചെയ്യുന്നു, 1 താഴോട്ടിറക്കി, 5 താഴോട്ടിറക്കി, 1 2. ഇനി നോക്കിയാൽ 1 5 1 2 ഏതെങ്കിലും കോമൺ ആയിട്ട് നമ്പേഴ്സ് വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ LCM എന്ന് പറയുന്നത് 2 × 5 10, 10 × 2 20. അപ്പോൾ ന്യൂമറേറ്ററിൻ്റെ LCM കിട്ടി 20. ഇനി ഡിനോമിനേറ്റേഴ്സ് നോക്കിയേ, 3 6 9 27. ഇവിടെ നോക്കിയേ, HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. കോമൺ ആയിട്ടുള്ള നമ്പേഴ്സായ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 1 2 3 9. 1 2 3 9 കോമൺ ആയിട്ട് ഏത് നമ്പേഴ്സ് ഉണ്ടെങ്കിലും ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. അപ്പോൾ നമുക്ക് പറയാം ഇവിടുത്തെ HCF എന്ന് പറയുന്നത് എത്ര കിട്ടി? 3 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ആൻസർ. ഇതാണ് ഈ മേളിൽ കൊടുത്തേക്കുന്ന നമ്പേഴ്സിൻ്റെ LCM എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ HCF ഓഫ് 1.20, 3.40, 4.80 ഈസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? 1.20 രൂപ, 1.20 രൂപ എന്ന് വെച്ചാൽ 1 രൂപയും 20 പൈസയും. അടുത്തത് 3 രൂപയും 40 പൈസയും. അടുത്തത് 4 രൂപയും 80 പൈസയും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ HCF എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഇതൊരു ഡെസിമൽ നമ്പേഴ്സ് അല്ലേ. ഡെസിമൽ നമ്പേഴ്സിൻ്റെ HCF കാണാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യുക? ഈ നമ്പേഴ്സിൻ്റെ എല്ലാം സാധാരണ നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടി നോക്കുക, ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര സ്ഥാനങ്ങളുണ്ട്? ഇവിടെ 2 സ്ഥാനം, ഇവിടെയും 2 സ്ഥാനം, ഇവിടെയും 2 സ്ഥാനം. അപ്പോൾ ഈ ഡെസിമൽ മാറാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഗുണിക്കണം അല്ലേ. അപ്പം 1.20 100 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 120 എന്ന് കിട്ടും. ഇനി 3.40 100 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 340 എന്ന് കിട്ടും അല്ലേ. അടുത്ത 4.80 100 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 418 എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇതിൻ്റെ എല്ലാം കൂടെ HCF, ഈ നമ്പേഴ്സിൻ്റെ HCF കാണുവാൻ. നമ്പേഴ്സിൻ്റെ HCF 120, 340, 480. HCF ഒന്ന് കണ്ടു നോക്കിയേ. 10 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 12, 34, 48 എന്ന് കിട്ടും. ഓക്കെ, ഇനി 2 കൊണ്ട് ചെയ്ത് നോക്കിയേ, 6. ഇവിടെ ചെയ്യുമ്പം 17, ഇവിടെ ചെയ്യുമ്പോൾ 24 എന്ന് കിട്ടും. 6നെയും 17നെയും 24നെയും ഏതെങ്കിലും നമ്പേഴ്സ് കൊണ്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. അപ്പോൾ നമുക്ക് പറയാം ഇവിടുത്തെ HCF എന്ന് പറയുന്നത് എത്രയാ? 10 × 2 20 ആണ്. ഇവിടുത്തെ HCF എത്രയാ? 10 × 2 20 ആണ്. ദെൻ നോക്കിയേ, നമുക്ക് ആൻസർ കിട്ടി 20. ഈ 20 എന്ന് പറയുന്ന ഏതൊക്കെ നമ്പേഴ്സിൻ്റെ HCF ആ? 120ൻ്റെയും 340ൻ്റെയും 450ൻ്റെയും HCF ആ. പക്ഷെ നമുക്ക് വേണ്ടത് 1.2ൻ്റെയും 3.40, 4.80. അപ്പോൾ ഈ നോക്കിയേ, ഇവിടെ ഡെസിമൽ നമ്പേഴ്സിനെ സാധാരണ നമ്പറിലേക്ക് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്തു? 100 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ ഈ സാധാരണ നമ്പറിനെ ഇനി ഡെസിമൽ നമ്പറിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഗുണിച്ച അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ 2 പൂജ്യം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവിടുന്ന് 2 സ്ഥാനം മാറ്റി കുത്തിടുക. 0.20 എന്ന് ആൻസർ കിട്ടും. എന്നുവെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ചാണെങ്കിൽ എത്ര? 20 പൈസ എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണോ? മനസ്സിലായോ? അപ്പോൾ ഒരു ഡെസിമൽ നമ്പേഴ്സാണ് തരുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ഡിജിറ്റ് കഴിഞ്ഞ ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കുക. അത്രയും ഡിജിറ്റ്, അത്ര എണ്ണം ഉള്ള 0 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്ത് സാധാരണ നമ്പറിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ HCF കണ്ടുപിടിക്കുക. എന്നിട്ട് എത്ര കൊണ്ടാണോ നമ്മൾ ഇൻറ്റു ചെയ്ത് സാധാരണ നമ്പറിലേക്ക് ആക്കിയത് അത്രയും നമ്പേഴ്സ് ആ നമ്പറിനെ കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്ത് ഡെസിമലിലേക്ക് മാറ്റുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The LCM of 2 numbers is 48. The number are in the ratio 2:3.
ദ സം ഓഫ് ദ നമ്പേഴ്സ് ഈസ്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? എന്താ പറഞ്ഞേക്കുന്നത്? രണ്ട് നമ്പേഴ്സിൻ്റെ LCM 48 ആണ്. ആ നമ്പേഴ്സ് 2:3 എന്ന റേഷ്യോയിലാണെങ്കിൽ ആ നമ്പേഴ്സിൻ്റെ സം എത്രയാണ്? കുറച്ച് മുൻപ് നമ്മൾ പറഞ്ഞായിരുന്നു, രണ്ട് നമ്പേഴ്സിൻ്റെ റേഷ്യോ ആയിട്ടൊരു റേഷ്യോ തന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ നമ്പേഴ്സിനെ എന്തെന്ന് വിളിക്കാം? അവിടുത്തെ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്തെന്നായിരിക്കും? ഇവിടെ 2:3 ആയതുകൊണ്ട് ഇവിടുത്തെ നമ്പേഴ്സ് ആരൊക്കെയായിരിക്കും? 2x-ഉം 3x-ഉം. ഇതാണ് ഇവിടുത്തെ നമ്പേഴ്സ്. ഓക്കെ, അതെങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ. കഴിഞ്ഞ കണക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടുത്തെ നമ്പേഴ്സ് 2x-ഉം 3x-ഉമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തുവാ? LCM 48 ആണ്. ഓക്കെ, 2x-ൻ്റെയും 3x-ൻ്റെയും LCM ഒന്ന് കണ്ടു നോക്കിയേ. ഏതാ കോമൺ ആയിട്ടുള്ള നമ്പർ? ഏതാ? എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 2 എന്നും 3 എന്നും കിട്ടി. ഇനി 2നെയും 3നെയും കോമൺ ആയിട്ട് ഏതെങ്കിലും നമ്പർ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? കഴിയില്ല. അപ്പോൾ ഇവിടുത്തെ LCM എന്ന് പറയുന്നത് എത്ര കിട്ടും? 2 × 3 × x. ഇതാണ് ഇവിടുത്തെ LCM അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതേ നോക്കിയേ, LCM = 48 ആണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ 2 × 3 × x എന്ന് പറയുന്നത് 48 ആണ്. മനസ്സിലായോ? ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച LCM. ഈ LCM എത്രയാണെന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. 48 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 × 3 × x എന്ന് പറയുന്നത് 48 ആണെങ്കിൽ 2 × 3 6 × x = 48. അങ്ങനെയാണെങ്കിൽ നമുക്ക് x അല്ലേ കണ്ടുപിടിക്കേണ്ടത്? x എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 6 അപ്പുറത്തേക്ക് പോകുമ്പം ഡിവൈഡ് ചെയ്യും. 48/6 എത്ര കിട്ടും? 8 എന്ന് കിട്ടും. അപ്പോൾ x കിട്ടി 8. ഇനി എന്താ നമ്മൾ ചോദിച്ചേക്കുന്നത്? ആ നമ്പേഴ്സ് അല്ല ചോദിച്ചേക്കുന്നത്, സം ഓഫ് ദി നമ്പേഴ്സ്. ആ രണ്ട് നമ്പറിൻ്റെയും സം ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ആ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കിയേ. നമ്പേഴ്സ് ആരൊക്കെയാ? ഫസ്റ്റ് നമ്പർ 2x-ഉം രണ്ടാമത്തെ നമ്പർ 3x-ഉമാണ് അല്ലേ? ഫസ്റ്റ് നമ്പർ 2x ആണെങ്കിൽ x എത്രയാ? 8. അപ്പോൾ ഫസ്റ്റ് നമ്പർ എത്ര കിട്ടും നമുക്ക്? 16 എന്ന് കിട്ടും. രണ്ടാമത്തെ നമ്പർ 3x ആണ് എന്ന് വെച്ചാൽ 3 × 8 എത്ര കിട്ടും? 24 എന്ന് കിട്ടും. ഈ 16ൻ്റെയും 24 ആ രണ്ട് നമ്പറിൻ്റെയും സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര കിട്ടും നമുക്ക്? 40 എന്ന് കിട്ടും. മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഓക്കെ, നമ്പേഴ്സ് അല്ല നമ്മൾ ചോദിച്ചേക്കുന്നത്, സം ഓഫ് ദി നമ്പറാണ് ചോദിച്ചത്. രണ്ട് നമ്പറിൻ്റെയും സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ നമ്പേഴ്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് സമ്മ് കൂട്ടുക, സമ്മ് കണ്ടുപിടിക്കുക. ഓക്കെ ആണോ? എപ്പോൾ റേഷ്യോ തന്നാലും അതിനെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഗുണിക്കുന്നതാണെന്ന് മനസ്സിലാക്കിക്കോണം. അപ്പോൾ ഇവിടെ 2:3 എന്നാണ് തന്നേക്കുന്നതെങ്കിൽ ആ സംഖ്യകൾ എത്രയാണ്? 2x-ഉം 3x-ഉമാണ്. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക? ആ രണ്ട് നമ്പേഴ്സിൻ്റെ LCM കണ്ടുപിടിക്കുക. എന്നിട്ട് ഇവിടെ LCM തന്നിട്ടുണ്ട് 48 ആണെന്ന് തന്നിട്ടുണ്ട്. LCMത്തിൽ നിന്നും എന്ത് കണ്ടുപിടിക്കുക? x കണ്ടുപിടിക്കുക. x കണ്ടുപിടിച്ചതിന് ശേഷം ആ x കൊണ്ടുവന്ന് നമ്മുടെ നമ്പേഴ്സിനകത്ത് ഇട്ട് കൊടുക്കുക. രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കുക, അത് തമ്മിലുള്ള സമ്മ് കണ്ടുപിടിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ HCF ആൻഡ് LCM ഓഫ് ടു നമ്പേഴ്സ് ആർ 27 ആൻഡ് 2079. If one of the number is 297, then the other number. ഓക്കെ, മുമ്പ് നമ്മൾ കണ്ടുപിടിച്ചതിൻ്റെ കൂട്ട് എന്താ? രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. രണ്ട് നമ്പേഴ്സിൻ്റെ LCM-ഉം HCF-ഉം തന്നിട്ടുണ്ട്. ഒരു നമ്പർ 297 ആണെങ്കിൽ മറ്റേ നമ്പർ ഏത്? നമ്മുടെ ഇക്വേഷൻ എന്തുവാ? രണ്ട് നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ x × y തന്നു കഴിഞ്ഞാൽ അത് തമ്മിൽ ഗുണിക്കുന്നത് എന്തിന് ഈക്വലായിരിക്കും? അതിൻ്റെ LCM-ഉം HCF-ഉം കൂടെ ഗുണിക്കുന്നതിന് ഈക്വലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു നമ്പർ തന്നിട്ടുണ്ട്, മറ്റേ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? x = ഇവിടുത്തെ LCM എത്ര? 2079 എന്നുള്ളതാണ് LCM. HCF 27 ആണെങ്കിൽ മറ്റേ നമ്പർ 297 അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ നമ്പർ കണ്ടുപിടിക്കുക. ചെയ്ത് നോക്കുകയും ഇത് ഗുണിച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ x എത്രയായിട്ട് നമുക്ക് കിട്ടും? 189 കിട്ടും. അപ്പോൾ ഒരു നമ്പർ 297 ആണെങ്കിൽ മറ്റേ നമ്പർ 189 ആയിരിക്കും. അത് നമ്മളുള്ള LCM 2079-ഉം HCF 27-ഉമാണ്. മനസ്സിലായല്ലോ? എന്താ ഇക്വേഷൻ? രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്തിന് ഈക്വൽ ആയിരിക്കും? അതിൻ്റെ HCF-ഉം LCM-ഉം തമ്മിലുള്ള പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. ആ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്പേഴ്സ് കണ്ടുപിടിക്കുക. അടുത്ത നോക്കിയേ, ദ HCF ആൻഡ് LCM ഓഫ് ടു നമ്പേഴ്സ് ഈസ് 18 ആൻഡ് 3718 റെസ്പെക്റ്റീവ്ലി. ഇഫ് വൺ ഓഫ് ദം ഈസ് 540, ദെൻ ദ സെക്കൻഡ് വൺ ഈസ്. ഓക്കെ, രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള LCM HCF-ഉം 18-ഉം 3780-ഉം ആണെങ്കിൽ ഒരു നമ്പർ 540, മറ്റേ നമ്പർ അറിയില്ല. ദെൻ
ഇൻറ്റു വൈ ഈക്വൽ ടു എന്തായിരിക്കും? അത് LCMും HCFും കൂടെ ഗുണിക്കുന്നതിന് ഈക്വലാണ്. ഓക്കെ ആണോ? ഇതിനകത്ത് ഈ വൈ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? വൈ ഈക്വൽ ടു ഇവിടെ ഗുണിച്ചിരിക്കുന്ന 540 ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്കത് കിട്ടും. LCM ഇവിടെ 3780 ഇൻറ്റു ഇവിടുത്തെ HCF 18 540 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? അത് ഡിവൈഡ് ആവും അല്ലേ? 540. കാരണം ഇവിടെ ഗുണിച്ചിരിക്കുന്നത് ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് മറ്റേ നമ്പർ എത്രയായിട്ട് കിട്ടും? 126 എന്ന് കിട്ടും. മറ്റേ നമ്പർ 126. ഓക്കെ, അപ്പോൾ 126ഉം 540ൻ്റെയും കൂടെ HCF ആണ് 18, LCM ആണ് 3780. കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക, ഇമ്പോർട്ടൻറ്റ്. അടുത്ത നോക്കിയേ, ഇഫ് ദ LCM ഓഫ് 3 numbers ഈസ് 9570 then their HCF will be. ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് 3 നമ്പേഴ്സിൻ്റെ LCM 9570 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ HCF എന്താണ്? 3 നമ്പേഴ്സിൻ്റെ LCM 9570 ആണെങ്കിൽ അതിൻ്റെ HCF എന്തായിരിക്കും? ഒരു പോയിൻ്റ് പഠിച്ചു വെച്ചേക്കുക. ഏത് നമ്പേഴ്സിൻ്റെ ആയിക്കോട്ടെ അതിൻ്റെ LCMനെ നമുക്ക് HCF കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതിൻ്റെ LCMനെ നമുക്ക് എന്ത് ചെയ്യാം? HCF കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാം. അത് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്? ഏത് നമ്പേഴ്സിൻ്റെ ആയിക്കോട്ടെ അതിൻ്റെ LCMനെ നമുക്ക് HCF കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ പോയിൻ്റ് വെച്ചുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ LCM ആയ 9570നെ നമുക്കിതിലെ ഏത് നമ്പർ കൊണ്ടാണോ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നത് ആ നമ്പറായിരിക്കും ഇവിടുത്തെ HCF. മനസ്സിലായോ? എന്താ പോയിൻ്റ്? നമ്മുടെ പോയിൻ്റ് എന്താണ്? ഏത് നമ്പേഴ്സിൻ്റെ LCMനെയും അതിൻ്റെ HCF കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻ അനുസരിച്ച് 9570 എന്ന് പറയുന്ന LCMനെ താഴെ കൊടുത്തിരിക്കുന്ന ഏത് നമ്പർ കൊണ്ടാണോ പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നത് ആ നമ്പറിനെ ആയിരിക്കും നമുക്ക് HCF എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കുക 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് ചെക്ക് ചെയ്യുക, 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് ചെക്ക് ചെയ്യുക, 19 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് ചെക്ക് ചെയ്യുക, 21 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ ആദ്യത്തെ നമ്പർ സിസ്റ്റം എന്ന ടോപ്പിക്കിനകത്തിൽ ഹരണ നിയമം പഠിച്ചിട്ടുണ്ടായിരുന്നു. 11 കൊണ്ട് ഒരു നമ്പറിനെ പെട്ടെന്ന് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ കഴിയുമെന്ന് ചെക്ക് ചെയ്യുന്നത്, 12 കൊണ്ട് എങ്ങനെയാണ് ഒരു നമ്പറിനെ പെട്ടെന്ന് ഡിവൈഡ് ചെയ്യാൻ കഴിയുമെന്ന് ചെക്ക് ചെയ്യുന്നത് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സാധനമൊക്കെ നല്ല വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 11 ആണ്. ഓക്കെ, ഇവിടുത്തെ ആൻസർ 11 ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ LCM ഓഫ് 2 numbers ഈസ് A+B. 2 നമ്പറിൻ്റെ LCM എന്ന് പറയുന്നത് A+B ആണ്. ദെയർ HCF ഈസ് P ഇൻറ്റു A-B. ഇവിടുത്തെ HCF എന്ന് പറയുന്നത് P ഇൻറ്റു A-B ആണെങ്കിൽ ഇഫ് 1 number ഈസ് P ദെൻ ദ അതർ നമ്പർ ഈസ്. ഓക്കെ, ഒരു നമ്പർ P ആണ്, ഒരു നമ്പർ എന്ന് പറയുന്നത് P ആണ്, മറ്റേ നമ്പർ നമുക്കറിയില്ല. ഓക്കെ, മറ്റേ നമ്പർ നമുക്കറിയില്ല. ഇവിടുത്തെ LCMും HCFും ഏതൊക്കെയാണ്? LCM എന്ന് പറയുന്നത് A+B ആണ്. ദെൻ HCF എന്ന് പറയുന്നത് P ഇൻറ്റു A-B ആണ്. നമുക്ക് ഈ ഇക്വേഷൻ അറിയാമല്ലോ. രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ LCMനും HCFനും ഈക്വലാന്നുള്ള ആ ഇക്വേഷൻ അറിയാമല്ലോ. ആ ഇക്വേഷൻ വഴിയാണ് ഇതിങ്ങനെ എഴുതിയേക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ ഒരു നമ്പർ P ആണ്, മറ്റേ നമ്പർ അറിയത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മറ്റേ നമ്പർ ഈക്വൽ ടു എന്ത് ചെയ്യും? ഇവിടെ ഗുണിച്ചേക്കുന്ന P ഇപ്പുറത്ത് കൊണ്ടുവന്ന് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ഓക്കെ, A+B ഇൻറ്റു P ഇൻറ്റു A-B. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇവിടെ താഴെ ഒരു P ഉണ്ട്, മേളിലൊരു P ഉണ്ട്. ക്യാൻസൽ ചെയ്ത് കളഞ്ഞല്ലോ. ബാക്കി എന്താ അവശേഷിച്ചു? A+B ഇൻറ്റു A-B എന്ന അവശേഷിച്ചല്ലോ. ദെൻ A+B ഇൻറ്റു A-B എന്താ? A² മൈനസ് B². അപ്പോൾ ഇവിടുത്തെ മറ്റേ നമ്പർ ഏതാണ്? A² മൈനസ് B² എന്നുള്ളതാണ്. മനസ്സിലായോ? രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ LCMനും HCFനും പ്രോഡക്റ്റിന് ഈക്വലാണ്.
ഇത് നമുക്കറിയാം. ഈ പറഞ്ഞതിനകത്തിലോട്ട് നമ്മൾ LCM ഇട്ട് കൊടുത്തു, HCF ഇട്ട് കൊടുത്തു, ഒരു നമ്പർ ഇട്ട് കൊടുത്തു. മറ്റേ നമ്പർ കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം. ഓക്കെ, ദേ ഈ ഇക്വേഷൻ പഠിച്ച് വെച്ചേക്കുക. A+B × A - B = A² - B². അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ലാർജസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ്സ് 62 132 132 and 237 to leave the same remainder in each case. ഇത് ഫസ്റ്റിലെ വായിക്കുമ്പോൾ തന്നെ ആലോചിച്ചോണം. ലാർജസ്റ്റ് നമ്പറാണ് എന്താ കണ്ടുപിടിക്കേണ്ടത്? HCF. ഇനി എന്താ നോക്കിയേ, 62 അല്ലെങ്കിൽ 62, 132, 237 ഈ നമ്പേഴ്സിനെ ഏതൊരു നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എല്ലാം സെയിം ആയിട്ട് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ HCF എത്രയാണ്? ഓക്കെ, എളുപ്പ വഴി പഠിച്ചു വെച്ചേക്കണം. ദേ 3 നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിനെ ഒരു കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന റിമൈൻഡർ സെയിം ആണെങ്കിൽ HCF കണ്ടുപിടിക്കാനുള്ള വഴി എന്ന് പറയുന്നത് കണക്ക് ചെയ്ത് നോക്കിക്കോണം. ഇവിടുത്തെ ആദ്യത്തെ നമ്പറിനെ നമ്മൾ X ആയിട്ട് എടുക്കുന്നു, രണ്ടാമത്തെ നമ്പറിനെ Y ആയിട്ട് എടുക്കുന്നു, മൂന്നാമത്തെ നമ്പറിനെ Z ആയിട്ട് എടുക്കുന്നു. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? 3 നമ്പേഴ്സ് തരുന്നു, അതിനൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ സെയിം ആണെങ്കിൽ അവിടുത്തെ HCF കണ്ടുപിടിക്കാനുള്ള വഴിയാണ് എന്താ? ആ 3 നമ്പറിനെ നമുക്ക് X എന്നും Y എന്നും Z എന്നും എടുക്കുന്നു. ഇങ്ങനെ കൊടുത്തിട്ട് ഇതിന് ശേഷം ഈ അടുത്തടുത്ത ഓരോ നമ്പറിൽ നിന്നും മറ്റേ നമ്പേഴ്സ് ഒന്ന് കുറച്ച് നോക്കുക. ഓക്കെ, 62 132 അല്ലേ? ഇത് തമ്മിൽ മൈനസ് ചെയ്ത് നോക്കിയാൽ 132ൽ നിന്ന് നമ്മൾ 62 കുറയ്ക്കുന്നു. ആൻസർ എത്ര കിട്ടും? 70 കിട്ടും. ഓക്കെ, ഇനി അടുത്തത് 237 നിന്നും 132 കുറയ്ക്കുന്നു. 237 നിന്നും 132 കുറയ്ക്കുന്നു. ആൻസർ എത്ര കിട്ടും? 105 കിട്ടും. ആൻസർ എത്ര കിട്ടും? 105 കിട്ടും. അടുത്ത് നോക്കിയേ, 237 നിന്നും 62 കുറയ്ക്കുന്നു. 62 കുറയ്ക്കുന്നു. ആൻസർ കിട്ടും 175. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ആ 3 നമ്പേഴ്സിനെ നമ്മൾ XYZ എന്ന് എടുക്കുന്നു. എന്നിട്ട് ആ നമ്പേഴ്സ് പരസ്പരം മൈനസ് ചെയ്യുക. പരസ്പരം എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 3 നമ്പേഴ്സ് വേറെ കിട്ടും. ഓക്കെ, ആ 3 നമ്പറിൻ്റെ എന്ത് കാണുക? HCF കാണുക. ആ 3 നമ്പറിൻ്റെ HCF കാണുക. ആ 3 നമ്പറിൻ്റെ HCF കാണുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും എന്ത്? ഇതിനകത്തിലെ ലാർജസ്റ്റ് നമ്പർ. ഓക്കെ ആണോ? ഇതിൻ്റെ HCF നമുക്ക് 35 എന്ന് കിട്ടും. HCF എത്ര കിട്ടും? 35 എന്ന് കിട്ടും. മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ പറഞ്ഞത്? ഒരു നമ്പറിനെ അല്ലെങ്കിൽ 62, 132, 237 ഈ 3 നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സെയിം റിമൈൻഡർ കിട്ടണം. അങ്ങനെ കിട്ടുന്ന ഏറ്റവും ലാർജസ്റ്റ് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും ലാർജസ്റ്റ് നമ്പർ എപ്പം ചോദിച്ചാലും നമ്മൾ എന്തായിരിക്കും കണ്ടുപിടിക്കേണ്ടത്? HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അത് മൈൻഡിൽ കൊണ്ടുവരിക. അതിനുശേഷം ഈ ഓരോ നമ്പേഴ്സിനെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ 3 നമ്പർ കിട്ടും. ആ 3 നമ്പറിൻ്റെ HCF കാണുന്നതായിരിക്കും. ആ നമ്പേഴ്സിൻ്റെ HCF ആയിരിക്കും ഇത് 3 നമ്പേഴ്സിനെയും ഡിവൈഡ് ചെയ്യുമ്പം കോമൺ ആയിട്ട് കിട്ടുന്ന സെയിം റിമൈൻഡർ കിട്ടുന്ന ആ വലിയ സംഖ്യ. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ലീസ്റ്റ് നമ്പർ വിച്ച് വെൻ ഡിവൈഡ് 24, 30 and 54 ലീവ്സ് 5 ആസ് റിമൈൻഡർ ഇൻ ഈച്ച് കേസ്. എന്താ പറഞ്ഞത്? മുമ്പേ നമ്മൾ ഹയസ്റ്റ് നമ്പർ അല്ലേ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കിയേ. ഓക്കെ, ഇവിടുത്തെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 24, 30, 54 ഈ നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 5 എന്ന് കിട്ടണം. അങ്ങനെ കിട്ടുന്ന ഏറ്റവും ലീസ്റ്റ് നമ്പർ എന്ന് ചോദിച്ചാൽ തന്നെ എന്ത് കണ്ടുപിടിക്കാനായിരിക്കും? LCM കണ്ടുപിടിക്കാനായിരിക്കും. LCM കണ്ടുപിടിക്കാനായിരിക്കും. ഇനി നമുക്കറിയാം LCM കണ്ടുപിടിക്കുമ്പോൾ അല്ലെങ്കിൽ 3 നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു കോമൺ ആയിട്ടൊരു റിമൈൻഡറാണ് കിട്ടുന്നതെങ്കിൽ, സിസ്റ്റം സെയിം ആണ് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഇക്വേഷൻ എന്താ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച LCM പ്ലസ് റിമൈൻഡർ നമ്പേഴ്സിൻ്റെ LCM 24, 30, 54ൻ്റെ LCM കാണുക. 54ൻ്റെ LCM കാണുക. ആ LCMത്തിനെ എന്ത് ചെയ്യുക? റിമൈൻഡറുമായിട്ട് പ്ലസ് ചെയ്യുക. ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന LCM എന്ന് പറയുന്നത് എത്രയാണ്? ഇത് നോക്കാം, ചെക്ക് ചെയ്യാം. 2 കൊണ്ട് ചെയ്തേ 12, 15, 27 അല്ലേ? ദെൻ ഇനി എത്ര കൊണ്ട് ചെയ്യാം? 3 കൊണ്ട് ചെയ്യാം. 4, 5, 9. ഇനി ഏതെങ്കിലും നമ്പറിനെ കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുമോ? 4നെയും 5നെയും 9നെയും കോമൺ ആയിട്ട് ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? കഴിയില്ല. അപ്പോൾ ഇവിടുത്തെ
LCM എന്ന് പറയുന്നത് എത്ര കിട്ടി? 2 × 3 × 4 × 5 × 9. LCM എന്ന് പറയുന്നത് 1080 എന്ന് കിട്ടി. ഇത് നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് എന്ത് ചെയ്യും? LCM പ്ലസ് റിമൈൻഡർ ആണ് അല്ലേ? LCM 1080 ആണ്, റിമൈൻഡർ 5 ആണ്. ആൻസർ കിട്ടും 1085. അപ്പോൾ 1085 എന്ന് പറയുന്ന നമ്പേഴ്സിനെ 24 കൊണ്ടും 30 കൊണ്ടും 54 കൊണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയായിരിക്കും? 5 ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത കണക്കിലേക്ക് പോവാം. The least number of square tile required to pave the ceiling of a room 15 meter and 17 centimeter long and 9 meter 2 centimeter broad is. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു റൂമിൻ്റെ സീലിംഗ് പാവ് ചെയ്യാനായിട്ട് ഒരു റൂം, ആ റൂമിൻ്റെ സീലിംഗ് നമുക്ക് എന്ത് ചെയ്യണം? പാവ് ചെയ്യാനായിട്ട് എത്ര ടൈലാണ് വേണ്ടത്? ദ നമ്പർ ഓഫ് സ്ക്വയർ ടൈൽ. ആ ടൈലിൻ്റെ പ്രത്യേകത എന്താ? സ്ക്വയർ ടൈലാണ്. സ്ക്വയർ ടൈൽ എന്ന് വെച്ചാൽ 4 സൈഡും ഈക്വലായിട്ടുള്ള ടൈല് എത്ര എണ്ണം വേണമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇനി ഈ റൂമിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അവിടുത്തെ നീളം എന്ന് പറയുന്നത് എത്രയാ? 15 മീറ്ററും 17 സെൻറ്റിമീറ്ററുമാണ്. 15 മീറ്ററും 17 സെൻറ്റിമീറ്ററും. ഇവിടെയാണെങ്കിൽ വീതി 9 മീറ്ററും 2 സെൻറ്റിമീറ്ററുമാണ്. 9 മീറ്ററും 2 സെൻറ്റിമീറ്ററും. ഓക്കെ, നമുക്ക് ഇത് മീറ്ററും സെൻറ്റിമീറ്ററും കൂടെ അല്ലേ കിടക്കുന്നത്. ഇതിന് ഏതെങ്കിലും ഒരു ഡയമെൻഷനിലേക്ക് എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യാം. നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് കൊടുക്കാം. 15 മീറ്ററും 17 സെൻറ്റിമീറ്ററും അല്ലേ? ഇതിനെ മൊത്തത്തിൽ നമുക്ക് എങ്ങനെ പറയാം? 15 മീറ്റർ എന്ന് വെച്ചാൽ നമുക്കറിയാം 1500 സെൻറ്റിമീറ്ററാണ്. 15 മീറ്റർ എന്ന് വെച്ചാൽ 1500 സെൻറ്റിമീറ്റർ. കാരണം എന്താ? 100 സെൻറ്റിമീറ്ററാണ് 1 മീറ്റർ. ഓക്കെ, 100 സെൻറ്റിമീറ്ററാണ് 1 മീറ്റർ. 100 സെൻറ്റിമീറ്ററാണ് 1 മീറ്റർ. അങ്ങനെ ആക്കി 15 മീറ്റർ എന്ന് വെച്ചാൽ 15 × 100 ചെയ്യണം അല്ലേ? അപ്പോൾ 1500. 1500 പ്ലസ് 17, അപ്പോൾ ടോട്ടൽ നമുക്ക് പറയാം 1517 സെൻറ്റിമീറ്റർ. മനസ്സിലായോ? അപ്പോൾ നീളം എന്ന് പറയുന്നത് 1517 സെൻറ്റിമീറ്റർ. ഇനി വീതി എത്രയുണ്ട്? 9 മീറ്ററും 2 സെൻറ്റിമീറ്ററും. അതിനെ എങ്ങനെ എഴുതാം നമുക്ക്? 900 പ്ലസ് 2, 902 സെൻറ്റിമീറ്റർ. അപ്പം നീളം 1517 സെൻറ്റിമീറ്ററും വീതി 902 സെൻറ്റിമീറ്ററുമായ ഒരു റൂമിൻ്റെ സീലിംഗ് പാവ് ചെയ്യാൻ എത്ര ടൈല് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അടുക്കി വെക്കുമ്പോഴുണ്ടല്ലോ, അടുക്കി വെക്കുമ്പോൾ കറക്റ്റായിട്ട് അടുക്കിയിരിക്കണം. ഇങ്ങോട്ട് നീളവും വീതിയും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന സ്ക്വയർ ടൈല് വേണം അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീതിയെയും നീളത്തെയും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. ഈക്വലായിട്ട് എന്ത് ചെയ്യണം? ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. രണ്ട് നമ്പേഴ്സിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്ന നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാറുള്ളത്? HCF ആണ് എടുക്കാറുള്ളത് അല്ലേ? ഇതിൻ്റെ കണക്ക് നമ്മൾ കഴിഞ്ഞ ദിവസവും ചെയ്തിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കണം? HCF ആയിരിക്കും കണ്ടുപിടിക്കണം. ഇങ്ങനെ ടൈലിൻ്റെ റൂമിൻ്റെയും പാവ് ചെയ്യുക, വിരിക്കുക, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? നമ്മൾ HCF കണ്ടു വെക്കണം. 1517ൻ്റെയും 902ൻ്റെയും എന്ത് കാണുക? HCF കാണുക. അപ്പോൾ HCF കാണണം. എന്തിൻ്റെ? 1517ൻ്റെയും 902ൻ്റെയും HCF കാണുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 41 എന്നാണ് ആൻസർ കിട്ടുന്നത്. 41 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ റൂമെങ്കിൽ നമുക്ക് 41 സെൻറ്റിമീറ്റർ ഉള്ള ടൈൽ ഇങ്ങനെ കറക്റ്റായിട്ട് അടുക്കി വെക്കാം. മേളിലോട്ട് 41 സെൻറ്റിമീറ്റർ ഉള്ളതുകൊണ്ട് 41 സെൻറ്റിമീറ്റർ ഉള്ള ടൈൽ ഇങ്ങനെ അടുക്കി വെക്കാം. നമുക്കിങ്ങനെ മുറുക്കിയൊന്നും ചെയ്യാതെ കറക്റ്റായിട്ട് 41 സെൻറ്റിമീറ്റർ ഉള്ള ടൈലുകൾ അടുക്കി വെക്കാം. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് എന്താ? നമ്പർ ഓഫ് ടൈലാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? അല്ലാതെ ടൈലിൻ്റെ അളവല്ല ചോദിച്ചേക്കുന്നത്, നമ്പർ ഓഫ് ടൈൽ. അപ്പോൾ നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത്, അപ്പോൾ 41 സെൻറ്റിമീറ്റർ ഉള്ള ടൈലാണ് ഇടേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഈ 41 സെൻറ്റിമീറ്റർ ഉള്ള എത്ര ടൈൽ ഇടണമെന്ന് കണ്ടുപിടിക്കണം. മനസ്സിലായോ? 41 സെൻറ്റിമീറ്റർ വീതിയും സ്ക്വയർ ടൈല് എത്ര എണ്ണം ഇടണമെന്ന് കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യണം? ഈ റൂമിൻ്റെ ഏരിയയും ടൈലിൻ്റെ ഏരിയയും ഡിവൈഡ് ചെയ്യുക. റൂമിൻ്റെ ഏരിയയെ ഒരു ടൈലിൻ്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ റൂമിൽ മൊത്തത്തിൽ എത്ര ടൈല് വിരിക്കാൻ കഴിയുമെന്ന് കിട്ടും.
മനസ്സിലായോ? റൂമിൻ്റെ ആകെ ഏരിയയെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടൈലിൻ്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കവിടെ എത്ര ടൈൽ ഇടാൻ പറ്റും എന്ന് മനസ്സിലാവും. നോക്കാം. റൂമിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താ, ഇത് നോക്കിയാൽ റെക്റ്റാങ്കിൾ ഷേപ്പാണ് അല്ലേ. റൂം എന്ന് പറയുന്നത് ഏത് ഷേപ്പാണ്? റെക്റ്റാങ്കിൾ ഷേപ്പാണ്. റെക്റ്റാങ്കിൾ ഷേപ്പിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നീളം ഗുണം വീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നീളം 1517 വീതി 902. ഇത് രണ്ടും കൂടെ ഗുണിക്കുന്നതായിരിക്കും റൂമിൻ്റെ ഏരിയ. ഇനി ഒരു ടൈലിൻ്റെ അളവ് നമുക്കറിയാം, 41 സെൻറ്റിമീറ്ററുള്ള സ്ക്വയർ ടൈലാണ്. ആ 41 സെൻറ്റിമീറ്ററുള്ള സ്ക്വയർ ടൈലിൻ്റെ ഏരിയ എത്രയാണ്? 41 × 41. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ ഏരിയയെ ടൈലിൻ്റെ ഏരിയ വെച്ച് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 814. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 814. അപ്പോൾ 814 ടൈല് വേണം ആ റൂം എന്ത് ചെയ്യാൻ? മൊത്തത്തിൽ വിരിച്ചെടുക്കാൻ. ആ റൂമിൽ മൊത്തത്തിൽ ഇടാൻ വേണ്ടി എത്ര ടൈല് വേണം? 814 ടൈല് വേണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? നമ്മൾ ഒരു ടൈലിൻ്റെ വശം കണ്ടുപിടിച്ചു. എത്ര വശമുള്ള ടൈല് വേണം അവിടെ വിരിക്കാൻ എന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് ആ റൂമിൽ മൊത്തം ഇടാൻ എത്ര ടൈൽ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റൂമിൻ്റെ ഏരിയ ഡിവൈഡ് ബൈ ഒരു ടൈലിൻ്റെ ഏരിയ. മനസ്സിലായോ? ഓക്കെ. അടുത്ത് നോക്കിയേ. എ മിൽക്ക് മാൻ ഹാസ് 75 ലിറ്റർ മിൽക്ക് ഇൻ 1 can ആൻഡ് 45 ലിറ്റർ ഇൻ അനദർ. ദ മാക്സിമം capacity of a container exact number of times is. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ഒരു മിൽക്ക് മാന് ഒരു ക്യാനകത്ത് 75 ലിറ്റർ മിൽക്കുണ്ട്, മറ്റേ ക്യാനകത്തിൽ 45 ലിറ്റർ മിൽക്കുമുണ്ട്. ഒരു ക്യാനകത്തിൽ 75 ലിറ്റർ മിൽക്കുമുണ്ട്, വേറൊരു ക്യാനകത്ത് 45 ലിറ്റർ മിൽക്കുമുണ്ട്. നമുക്ക് ഇതിനെ രണ്ടിനെയും സെയിം അളവുള്ള പാത്രങ്ങളിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ 75 ലിറ്റർ പാൽ ഒരു ക്യാനകത്തിലുണ്ട്, 45 ലിറ്റർ പാലും ഒരു ക്യാനകത്ത് ഇരിപ്പുണ്ട്. ഈ രണ്ട് പാലിനെയും നമുക്ക് ഈക്വലായിട്ട് വരുന്ന ഏതളവിൽ ഈക്വലായിട്ട് ടപ്പയിൽ നിറയ്ക്കാം അല്ലെങ്കിൽ ക്യാനകത്തിൽ നിറയ്ക്കാം എന്നാ ക്വസ്റ്റ്യൻ. 75 ലിറ്ററിനെയും ഈക്വലായിട്ട് ക്യാനകത്തിൽ നിറയ്ക്കണം, അതേ അളവിൽ തന്നെ 45 ലിറ്ററിനെയും ഈക്വലായിട്ട് ക്യാനകത്തിൽ നിറയ്ക്കണം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഓരോ ക്യാനും എത്ര വീതമായിരിക്കും ഉണ്ടായിരിക്കുന്നത്? എന്താ പറഞ്ഞേക്കുന്നത്? 75 ലിറ്ററിനെ നമുക്ക് ഈക്വലായിട്ട് ക്യാനകത്തിൽ നിറയ്ക്കണം, അതേ അളവിൽ തന്നെ വേണം 45 ലിറ്ററിനെയും ഈക്വലായിട്ട് നിറയ്ക്കാൻ. നമുക്ക് ഇച്ചിരി പോലും അധികം വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എത്ര ലിറ്ററിൻ്റെ ക്യാനിനകത്തിലായിരിക്കും ഈ 75 ലിറ്ററിനെയും 45 ലിറ്ററിനെയും ഒരേപോലെ നിറയ്ക്കാൻ കഴിയുക എന്ന് വെച്ചാൽ നമുക്ക് 75 ലിറ്ററിനെയും 45നെയും കോമൺ ആയിട്ട് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും? അതാണ് ക്വസ്റ്റ്യൻ. എന്ന് വെച്ചാൽ രണ്ടിൻ്റെയും കോമൺ ഫാക്ടർ രണ്ടിനെയും ഡിവൈഡ് ചെയ്ത് തുല്യമായിട്ട് വെക്കണം. രണ്ടിനെയും ഒരേ അളവിൽ തുല്യമായിട്ട് വെക്കണം. അങ്ങനെയാണെങ്കിൽ രണ്ടിൻ്റെയും കോമൺ ഫാക്ടർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. എന്ന് വെച്ചാൽ 75ൻ്റെയും 45ൻ്റെയും കോമൺ ഫാക്ടർ കണ്ടുപിടിക്കുക 3. ഓക്കെ, 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5. പിന്നെ ഇവിടെ ചെയ്യുമ്പോൾ 15. വീണ്ടും ചെയ്യുമ്പം 5 കൊണ്ട് ചെയ്യാം. 5, 3. അപ്പം 3 × 5 ആണ് നമ്മുടെ 15 എന്നുള്ളതാണ് നമ്മുടെ HCF. ഓക്കെ, അപ്പം 15 ലിറ്ററുള്ള ചെറിയ ക്യാനകത്തിലാക്കണം. 15 ലിറ്ററുള്ള ചെറിയ ക്യാനകത്തിലാക്കണം. മനസ്സിലായോ? അപ്പോൾ 75 ലിറ്ററുള്ള ഈ സാധനത്തിൽ, ഈ കണ്ടെയ്നറിലുള്ള പാലിനെ നമുക്ക് 15 ലിറ്ററുള്ള ഈ ചെറിയ ക്യാനകത്തിലാക്കുമ്പോൾ എത്ര ക്യാൻ ഉപയോഗിക്കേണ്ടി വരും നോക്കി. 75 ലിറ്റർ ഉള്ള ക്യാനകത്തിലാക്കുമ്പോൾ എത്ര ക്യാൻ ഉപയോഗിക്കേണ്ടി വരും? 5 ക്യാനകത്ത് ഉപയോഗിക്കണം അല്ലേ? അപ്പോൾ 5 ക്യാനകത്തിൽ ഇങ്ങനെ ഫുള്ളായിട്ട് ഒരേ അളവിൽ നമുക്ക് ഈ 75 ലിറ്ററിനെ വെക്കാം. മനസ്സിലായോ? ഇങ്ങനെ 15 ലിറ്റർ വീതം 5 ക്യാനകത്തിലാക്കി വെക്കാം. അതേപോലെ ഈ 45നെ നമുക്ക് 3 ക്യാനകത്തിലാക്കി 15 ലിറ്റർ വീതം വെക്കാം. കണ്ടോ? 15 ലിറ്റർ വീതം 3 ക്യാനകത്തിലാക്കി വെക്കാം. കണ്ടോ? അപ്പോൾ എല്ലാ ക്യാനിലെയും പാലിൻ്റെ അളവ് എത്രയായിരിക്കും? 15 ലിറ്റർ ആയിരിക്കും. അതാണ് ക്വസ്റ്റ്യൻ. 75 ലിറ്ററിനെയും 45 ലിറ്ററിനെയും ഒരേ അളവിൽ നമുക്ക് ഈക്വലായിട്ട് ഷെയർ ചെയ്ത് വെക്കണമെങ്കിൽ ഏത് അളവിൽ എടുക്കണം എന്നായിരുന്നു ക്വസ്റ്റ്യൻ.
മനസ്സിലായോ? അതിനെന്ത് ചെയ്യണം? രണ്ടിൻ്റെയും കോമൺ ഫാക്ടർ കണ്ടുപിടിക്കുക. 75ൻ്റെയും 14ൻ്റെയും കോമൺ ഫാക്ടർ കണ്ടുപിടിച്ചു. ഓക്കെ ആണോ ക്വസ്റ്റ്യൻ? അപ്പോൾ നമ്മൾ LCM ആൻഡ് HCFനകത്തിലെ റെയിൽവേ ബേസിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുന്നതായിരിക്കും.